കേരള രാഷ്ട്രീയത്തിലെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏപ്രിൽ 9 നടക്കുന്ന പോളിംഗ്, നമ്മൾ ആ പോളിങ്ങിൻ്റെ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പതുക്കെ തുടങ്ങുകയുള്ളൂ. തീർച്ചയായിട്ടും. അതായത് മെയ് 4-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ത്? പ്രധാനമായിട്ടും പറയാവുന്ന ചിലപ്പോൾ അപ്രതീക്ഷിതമായ ഒരു കാര്യമെന്നത് ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരവസ്ഥ സംജാതമാകും. UDF-നോ LDF-നോ ഭൂരിപക്ഷമില്ല. ആർക്ക് മന്ത്രിസഭ ഉണ്ടാക്കാം എന്ന് നിശ്ചയിക്കാനും പറ്റാത്ത തരത്തിലുള്ള ഒരു, അതായത് BJP-യുടെ സഹായമില്ലാതെ ഒരു മുന്നണിക്കും, അതായത് LDF-നോ UDF-നോ മന്ത്രിസഭ ഉണ്ടാക്കാനൊക്കില്ല. ഒരു തൂക്കുസഭ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇതിനൊക്കെ ഉപരിയായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് UDF ഛിന്ന ഭിന്നമാവാൻ പോവുകയാണ്. UDF-ന്റെ അസ്തിത്വം തന്നെ ഇല്ല. അങ്ങനെ ഒരു സാധനം ഇനി ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവില്ല. മുസ്ലിം ലീഗ്, അപ്പോൾ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്നും ഒരു വസ്തുവിടെ പറയുന്നു. അല്ല, അത് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു വിലയിരുത്തലുമാണ്. കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ പ്രസക്തി ഇതോടെ അവസാനിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് ഒരു മതപാർട്ടിയാണ്, അതൊരു വർഗീയ പാർട്ടിയാണ്, അത് മതേതരമൊന്നും അല്ല, എല്ലാവർക്കും അറിയാം. അവരുടെ മതപരമായ ബലം കൊണ്ടും മതപരമായ സ്വാധീനം കൊണ്ടും കൊണ്ടും നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്രാവശ്യം ഞാൻ നേരത്തെ ഒരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്രാവശ്യം ഹിന്ദു പോളറൈസേഷൻ, വോട്ടിലെ പോളറൈസേഷൻ അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും സംഭവിക്കും. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ അത് ഒരു തരം വർഗീയതയാവുകയില്ലേ? അതെ, ഒരു വിഭാഗം വർഗീയമായി ചിന്തിക്കുമ്പോൾ മറുഭാഗവും അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതിനകത്ത് രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ അതീതമായ ഒരു ചിന്തയാണത്. ഇപ്പോൾ ഹിന്ദു വോട്ട് ഏകീകരണം ഉണ്ടാവുന്നതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് മലപ്പുറത്ത് മാത്രമായി മുസ്ലിം ലീഗ് ഒതുങ്ങും. മലപ്പുറത്ത് ഒരു 10 സീറ്റ് മത്സരിക്കുന്നുണ്ട്. അത് തന്നെ അല്ല, അവർ വേറെ ഒരുപാട് മത്സരം 10-11 സീറ്റ് വരെ മൊത്തത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 10-11 സീറ്റ് മലപ്പുറത്ത് UDF ജയിക്കും, സംശയമില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലുള്ള UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളുടെ വിജയം അസാധ്യമാകും. വയനാട് UDF-ന്റെ അവിടെയും ഒരു എന്താ പറയുക, മലപ്പുറത്തിൻ്റെ ഒരു മിനിയേച്ചർ പതിപ്പാണ് അവിടെ. അതുകൊണ്ട് അവിടെ വലിയ വ്യത്യാസമൊന്നും വരില്ല. ചിലപ്പോൾ ഒരു പക്ഷേ 3 സീറ്റും ഈ UDF പിടിച്ചെന്ന് വരും. പക്ഷെ മൊത്തത്തിൽ കേരളത്തിൽ നോക്കുമ്പോൾ മുസ്ലിം ലീഗ് മലപ്പുറത്ത് അല്ലെങ്കിൽ ഈ വയനാട് അവിടെയായിട്ട് ഒതുങ്ങിപ്പോവും. മറ്റ് സ്ഥലങ്ങളിൽ നിർത്തുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ ഹിന്ദു വോട്ട് പോളറൈസേഷൻ കാരണം പരാജയപ്പെടാനിടയാവും. അപ്പോൾ മുസ്ലിം ലീഗിന് പ്രസക്തി കുറയുകയാണ്. UDF അധികാരം പിടിക്കാത്ത സാഹചര്യം കൂടെ വരികയാണെങ്കിൽ ഒരു 5 വർഷം കൂടെ അധികാരത്തിൽ നിന്ന് മാറി നിന്ന് സർവൈവ് ചെയ്യാനുള്ള ശേഷി കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ ഇല്ല. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോവും. അതിന് സമാനമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിയും. ഒരു പാർട്ടി മറ്റൊരു പോകും, മുന്നണികൾ മാറും. അങ്ങനെയല്ല, മനസ്സിലുള്ള അതായത് അനുഭാവം എന്ന് പറയുന്ന ആ ഒരു ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടും. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രീയവും മുസ്ലിം രാഷ്ട്രീയവും പ്രബലമായ, ഒപ്പം ക്രിസ്ത്യാനികളും ഒരു പോളറൈസേഷൻ വരും. അതോടുകൂടി ഈ പ്രീണന രാഷ്ട്രീയം കേരളത്തിൽ അവസാനിക്കും. അപ്പീസ്മെന്റ് നല്ലതാണോ ജനാധിപത്യത്തിന്? 2 മതങ്ങൾ 2 ചേരികളായിട്ട് അല്ല, അത് വന്നു ഭവിച്ചു പോയി. അത് ഈ ഇത്രയും കാലം ഇരു മുന്നണികളും ചെയ്തതിൻ്റെ പാപഫലമാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത്. പക്ഷേ അങ്ങനെ ആയിത്തീരും. അത് ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി വയ്ക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ പൂർണ്ണമാവുകയും ചെയ്യും. അല്പം ചരിത്രത്തിലേക്ക് പോയി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മറ്റേ വിഭജനത്തിന് കാരണമായ പാർട്ടിയുടെ സാമ്യങ്ങളേ ഉള്ളൂ. ശരിയായിട്ടുള്ള അതിൻ്റെ പേരെന്താണ്? ഈ വിഭജനത്തിലേക്ക് നമ്മെ നയിച്ച ജിന്നയുടെ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് തന്നെ IUML തന്നെയാണ് ഇതിൻ്റെ പേര്. കൊടി അത് തന്നെയാണ്. വെറും മുസ്ലിം ലീഗ് ആദ്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നായത്. അത് കേരളത്തിൽ തുടരുകയും ചെയ്യുന്നു.
ഈ വേൾഡ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ മറ്റൊരു സംഘടന, ഇവരുമായിട്ട് ഒരു ബന്ധവുമില്ല. അതിൻ്റെ ഏറ്റവും വലിയ മേധാവിയായിട്ടുള്ള അപ്പോസ്തോലനായിട്ടുള്ള വ്യക്തി തിരുവനന്തപുരത്തല്ല, ഡൽഹിയിൽ വന്ന് നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പറഞ്ഞത് ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ട് മുസ്ലിങ്ങൾ ജീവിക്കുന്ന, അഭിപ്രായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന സ്ഥലം ഇന്ത്യയാണെന്ന് പറഞ്ഞ് മോദി അഭിനന്ദിക്കുക ചെയ്തു. തീർച്ചയായും. നേരെ മറിച്ചാണ് നമ്മുടെ മതമാണ് പ്രശ്നമെന്ന് പറയുന്ന ആ മുസ്ലിം ലീഗ് നേതാവ്. ഇപ്പോൾ അതിൽ മറ്റൊരു നേതാവ്, ഒരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് SDPIയുടെ പിന്തുണ വേണം, അതൊരു മതേതര പാർട്ടി. ഇതിൽ കൂടുതൽ എന്ത് വിവരദോർച്ച പറയുന്നത്? മുസ്ലിം ലീഗ് SDPI ഒക്കെ മതേതരമാണ്, BJP മാത്രമാണ് വർഗീയ. അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളി നടേശന് തനിക്ക് എയ്ഡഡ് സ്കൂൾ കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അതിനെ വർഗീയമായിട്ടൊരു പാമ്പിനെ തല്ലിക്കൊല്ലുന്ന പോലെ തല്ലിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. മറ്റേ ഇപ്പറഞ്ഞ SDPIയുടെ പിന്തുണ വേണമെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. മതമാണ് പ്രശ്നം പറയുന്നതിന് കുഴപ്പമില്ല. ഈ മതമാണ് എല്ലാമെന്ന് മുസ്ലിം ലീഗ് പറഞ്ഞതിന്റെ ദുരന്തമാണ് മതമാണ് ഇപ്പൊ ഹിന്ദുക്കളും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. വഖഫ് കാര്യത്തില് കക്ഷി ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇത് വാസ്തവത്തിൽ ഇവിടെ നമുക്കൊരു ശ്രദ്ധക്കുറവ് സംഭവിച്ചില്ലേ? ഈ മുസ്ലിം ലീഗ് എന്നുള്ളൊരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് ജനാധിപത്യ പാർട്ടിയായിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്നത് നെഹ്റുവിൻ്റെ കാലത്ത് തന്നെ തടയപ്പെടേണ്ടതായിരുന്നില്ല. നെഹ്റു പറഞ്ഞ ചത്ത കുതിരയാണ് മുസ്ലിം ലീഗ്. അതിൽ വലിയൊരു ലാഘവത്വം വന്നില്ല. അതൊന്നും അല്ല അതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ പുറത്തുകൾ യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുണയോടെയാണ്. അങ്ങനെ ഒരു ഇതുണ്ടാക്കി. ജവഹർലാൽ നെഹ്റു അനുവർത്തിച്ചു വന്നിരുന്ന എല്ലാ നയങ്ങളും മുസ്ലിം പ്രീണനപരമായിരുന്നു. അല്ലാത്ത ഈവൻ മഹാത്മാഗാന്ധിക്ക് പോലും മുസ്ലിം പ്രീണന നയമാണ് ഉണ്ടായിരുന്നത്. അത് അവരൊരു നോബിൾ, നമ്മുടെ ഒരു മഹത്വം എന്നുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. പക്ഷേ അതൊരു ഹിഡൻ അജണ്ട അതിനുണ്ടായിരുന്നു. ശരിയാണ്. വാസ്തവത്തിൽ പിന്നെ ജിന്ന പറഞ്ഞു ഇത് അപകടമാണ്, അലി സഹോദരന്മാരുമുള്ള ഐക്യം നിങ്ങൾ കൂടരുത്, തീവ്രവാദികളാണ്. അതുകൂടാതെ അവരോടൊപ്പം ചേർന്നാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. അതിന് നമുക്ക് കിട്ടി മാപ്പിളലകളായിട്ട് വളരെ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരും ഹിന്ദുക്കളെ പോലെയല്ല, എല്ലാ മതങ്ങളും ഹിന്ദു മതമല്ല എന്നൊരു ബോധ്യം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായില്ല, നെഹ്റുവിനും ഉണ്ടായിട്ടില്ല. അനുഭവിക്കുന്നത് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെ, ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ അനുഭവിക്കുകയാണ് ഇതിൻ്റെ ദോഷഫലങ്ങൾ, വർഗീയ ചേരികൾ. ഇപ്പോൾ കേരളത്തിലെ കൂടുതൽ ക്രിസ്ത്യാനികളുള്ളൂ. പിന്നെ നാഗാലാൻഡ് ആകെ കേരളത്തിൽ ഇന്ത്യയിൽ 2-2.5% ഉള്ളൂ ക്രിസ്ത്യാനികൾ. അതിലേറ്റവും കൂടുതലുള്ളത് കേരളം, ഗോവ, അത് കഴിഞ്ഞാൽ നാഗാലാൻഡ്. അങ്ങനെയാണ്. ആ ഗോവയിലുള്ള പിന്നെ ക്രിസ്ത്യാനികൾ BJP അധികാരത്തിലെത്തി. അതേപോലെ തന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇനി അങ്ങോട്ട് ഭാവിയിൽ BJPയോട് ചേർന്നേ നിൽക്കുള്ളൂ. കാരണം ആഗോളതലത്തിൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, അധിനിവേശം, ഇതെല്ലാം അവർക്ക് ഓർമ്മയുണ്ട്. അതായത് ലെബനൻ, സിറിയ, ഇതെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ഇന്ന് മുസ്ലിം രാജ്യമെന്ന് പോലും പറയാൻ പറ്റില്ല, തീവ്രവാദ രാജ്യമായി മാറിയിരിക്കുക. അല്ല, പിന്നെ സാന്താഹേഗിയ പള്ളി എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയായിരുന്നു, മുസ്ലിം പള്ളിയായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അർക്കമെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അല്ലേ, അവിടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള രാജ്യം, അതിൻ്റെ ഭൂരിഭാഗം ഭാഗങ്ങളും അസർബൈജാന് വിട്ടുകൊടുത്തില്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്ത്, കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത് തകർത്തില്ല, അതോടുകൂടിയല്ലേ ഫാൾ തുടങ്ങിയത്. അതുപോലെ തന്നെയാണ് കുരിശുയുദ്ധങ്ങൾ ആഹ്വാനം ചെയ്തൊരു ബിഷപ്പാണ്, അന്നത്തെ കാലത്തെ ബിഷപ്പാണ്. അത് നമ്മളിപ്പോൾ പറയുന്ന ഇറാൻ യുദ്ധത്തെ പോലൊന്നും അല്ല. അതിൻ്റെ 10 ലക്ഷം പേരാണ്. യെറൂശലേം പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ആ മരണത്തിൽ കൊല ചെയ്യപ്പെട്ടത് രക്തസാക്ഷികൾ, അത് 10 ലക്ഷം പേരാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ബൈസാൻഷ്യോ എന്ന് പറയുന്ന സാമ്രാജ്യം തന്നെ തകർത്തത് ഇസ്ലാമിക മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമം. ആ മതം അങ്ങനെയാണ്, മതം ലോകം മുഴുവൻ അങ്ങനെയാണ്. അല്ല, ഇവിടെ RSS ഉണ്ടായതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറയുന്ന മതം അതാണ് പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പറ്റി എന്ത് പറയാം? മുസ്ലിം അല്ലാത്തവരൊക്കെ ശത്രുക്കളാണ്, അവരെയൊക്കെ കൊല്ലുക എന്ന് തന്നെയാണ് ആ മതം പഠിപ്പിക്കുന്നത്. കുറച്ച് ഇതിൻ്റെയൊക്കെ ഒരു അംശം ക്രിസ്ത്യൻ മതത്തിലുമുണ്ട്. പക്ഷെ ഇത്രത്തോളം പ്രത്യക്ഷമല്ല. അവരുടെ എനിക്ക് തോന്നുന്നത് അവരുടെ എവാഞ്ചലിക്കൽ ലോബിയിൽ മാത്രമേ ഉള്ളൂ. അത് പഴയ നിയമത്തിലുണ്ടായിരുന്നതിൻ്റെ അഡാപ്റ്റേഷനാണ് പുതിയ നിയമത്തിൽ വന്നത്. പഴയ നിയമമാണ് അവർ ഫോളോ ചെയ്യുന്നു. യേശു പറഞ്ഞതിൽ, ഓൾഡ് ടെസ്റ്റമെന്റ് യേശു പറഞ്ഞതിൽ ഒന്നും വയലൻസ് ഇല്ല, ഒന്നും അക്രമമില്ല, വളരെ പീസ്ഫുള്ളായ. അതെന്തുകൊണ്ട്? ഇന്ത്യയിൽ നിന്ന് വന്ന് പഠിച്ചിട്ട് പോയതാണ്. കാശ്മീരിലായിരുന്നു അങ്ങേരുടെ ബാല്യകാലം. അങ്ങനെ എവിടെയായിരുന്നു ആർക്കും അറിഞ്ഞൂടാ. 24 വയസ്സ് വരെ.
ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു സംസ്കാരം, അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇത്ര ഫാസ്റ്റായിട്ട് വളരെ പെട്ടെന്നല്ലേ, വേറെ ഒരു മതവും വളരാത്തത്ര പെട്ടെന്നാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. ഇപ്പം ഇസ്ലാം മതം വളരുന്നുണ്ട്, അതിനെ തകർക്കാൻ ശ്രമിച്ചു. ഫാൾ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ തന്നെ അതിൻ്റെ ഒരു തുടക്കമായി. പക്ഷേ ഇപ്പോൾ ഇസ്ലാം വളരുന്നുണ്ട്, പക്ഷെ അത് ബലപ്രയോഗത്തിലൂടെയാണ്, അധിനിവേശത്തിലൂടെയാണ്, കൊല്ലും കൊലയും നടത്തിയാണ്. ഇതിന് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്നിന് ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, മറ്റേതിന് ഐഡിയോളജിക്കൽ സ്ട്രെങ്ത് ഇല്ല. ഫിസിക്കൽ സ്ട്രെങ്ത്, വാളിൻ്റെ ബലം മാത്രമേ ഉള്ളൂ, വാളിൻ്റെയും തോക്കിൻ്റെയും. പേടിപ്പെടുത്തിക്കൊണ്ട് അത് അധികം ഒന്ന് പ്രീണനം കൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറ്റൊന്ന് പേടിപ്പെടുത്തിക്കൊണ്ട് മതം മാറ്റാൻ ശ്രമിക്കും. ഇനി അതൊന്നും കേരളത്തിൽ ഇനി വിലപ്പോവില്ല, അതിനുള്ള ഒരു ഡിഫറൻസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ തെരഞ്ഞെടുപ്പിൽ തുടങ്ങി വയ്ക്കുകയും 2031 തെരഞ്ഞെടുപ്പോടുകൂടി പൂർത്തിയാവുകയും ചെയ്യാൻ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.